കൊത്താരി കമ്മീഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. കൊത്താരി കമ്മീഷൻ 1964 ജൂൺ 2 ഈ കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1966 ഒക്ടോബർ 29 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ കൊത്താരി കമ്മീഷൻ്റെ ടൈം പീരീഡ് പറയുകയാണെങ്കിൽ 1964 to 1966. ഇതിൽ കൊത്താരി കമ്മീഷനെ കുറിച്ചുള്ളൊരു ജനറൽ ഇൻട്രൊഡക്ഷനും കീ റെക്കമെൻഡേഷനും പിന്നെ അതിൻ്റെ ഇമ്പാക്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൊത്താരി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റിലെ തേർഡ് എഡ്യൂക്കേഷൻ കമ്മീഷനാണ് കൊത്താരി കമ്മീഷന്. അത് ഈ ഒരു പേര് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞത് കൊത്താരി കമ്മീഷൻ്റെ ചെയർമാൻ DS കോത്താരിയാണ്. UGCൻ്റെ ചെയർപേഴ്സണാണ് DS കോത്താരി എന്നുള്ളത്. And it was the first comprehensive review of education in independent India, aiming to create a national system of education that promotes equality, quality and national importance. അതായത് കൊത്താരി കമ്മീഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്, അതായത് പ്രൈമറി ലെവൽ മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റിയും ഇക്വാളിറ്റിയും നാഷണൽ ഡെവലപ്മെൻറ്റൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിൻ്റെ റെക്കമെൻഡേഷൻസ് നൽകുക എന്നൊക്കെയാണ് കൊത്താരി കമ്മീഷൻ്റെ മെയിൻ എയിമായിട്ട് വരുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ് ടു എക്സാമിൻ ദ എൻ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ടു റെക്കമെൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ഫോർ ആൾ ലെവൽസ് ഫ്രം പ്രൈമറി ടു ഹയർ എഡ്യൂക്കേഷൻ. അതായത് പ്രൈമറി ലെവൽ മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള ഈ എൻ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, പിന്നെ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുക, പിന്നെ അതിൽ റെമഡിയൽ ആക്ഷൻസൊക്കെ കൊണ്ടുവരാണ് ഈ കൊത്താരി കമ്മീഷൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അതിലെ കുറച്ച് റെക്കമെൻഡേഷൻസാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ സ്കൂൾ എഡ്യൂക്കേഷനിൽ വന്ന റെക്കമെൻഡേഷൻസ്. The commission advocated for a common school system to ensure quality education for all children. അതായത് ഒരു ഇന്ത്യയിലെ മൊത്തം ഒരു കോമൺ സ്കൂൾ സിസ്റ്റം കൊണ്ടുവരിക, അതേപോലെ തന്നെ എല്ലാ ചിൽഡ്രൻസിനും ക്വാളിറ്റി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്കൂൾ സിസ്റ്റം കൊണ്ടുവരാനാണ് പറഞ്ഞത്. ആൻഡ് ഇറ്റ് റെക്കമെൻഡഡ് എ കോംപ്രഹെൻസീവ് കരിക്കുലം ദാറ്റ് ഇൻക്ലൂഡ്സ് അക്കാഡമിക്സ്, ആർട്സ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതായത് അക്കാഡമിക്സിനോടൊപ്പം തന്നെ ആർട്സിനും ഫിസിക്കൽ എഡ്യൂക്കേഷനും ഒരുപോലെ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലുള്ള ഒരു കോംപ്രഹെൻസീവ് കരിക്കുലം ഈ കൊത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇറ്റ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടീച്ചർ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. പ്രൊഫഷണൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാംസും അതേപോലെ ടീച്ചിങ് ട്രെയിനിങ്ങിനുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ ഈ കൊത്താരി കമ്മീഷൻ്റെ വൺ ഓഫ് ദ മേജർ റെക്കമെൻഡേഷനാണ്. നമ്മളിപ്പോൾ കണ്ടുവന്ന ഈ ടീച്ചേഴ്സിനുള്ള ക്ലസ്റ്റർ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊത്താരി കമ്മീഷൻ്റെ ഒരു റെക്കമെൻഡേഷനാണ്. പിന്നെ ഹയർ എഡ്യൂക്കേഷനിൽ വന്ന മേജർ റെക്കമെൻഡേഷൻസാണ്. കൊത്താരി കമ്മീഷൻ എംഫസൈസസ് ദ നീഡ് ടു എക്സ്പാൻഡ് ഹയർ എഡ്യൂക്കേഷൻ ആക്സസ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. അർബൻ ഏരിയാസിൽ മാത്രമല്ല റൂറൽ ഏരിയാസിലും ഹയർ എഡ്യൂക്കേഷന് ആക്സസിബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് സജസ്റ്റഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മോർ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റി ടു അക്കമഡേറ്റ് ഗ്രോയിങ് ഡിമാൻഡ്. അതായത് പോപ്പുലേഷൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് കൂടുതൽ കോളേജസും യൂണിവേഴ്സിറ്റീസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. The commission called for the promotion of research and innovations in higher education institution. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ റിസർച്ചിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ റിസർച്ചിൻ്റെയും ഇന്നോവേഷൻസിൻ്റെ ഒക്കെ പ്രൊമോഷൻ നൽകണം എന്നുള്ള രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ വന്ന മേജർ റെക്കമെൻഡേഷൻസാണ്. ദ കമ്മീഷൻ റെക്കഗ്നൈസ് ദ നീഡ് ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ടു മീറ്റ് സ്കിൽഡ് ലേബർ ഡിമാൻഡ്സ്. അതായത് ജനറൽ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസും കൂടി ഈ കൊത്താരി കമ്മീഷനിൽ പറയുന്നുണ്ട്. ഇറ്റ് റെക്കമെൻഡഡ് ഇൻ്റഗ്രേറ്റിംഗ് വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ടു ദ ജനറൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതായത് ജനറൽ എഡ്യൂക്കേഷൻ സിസ്റ്റമായ സ്കൂളിലേക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങും കൂടി കൊണ്ടുവരണമെന്ന്, അതായത് അത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. This integration was aimed at the enhancing employability among young and reducing unemployment. അതായത്
ഈ ഒരു ഇൻ്റഗ്രേഷൻ, അതായത് വൊക്കേഷണൽ ട്രെയിനിങ്ങും ജനറൽ എഡ്യൂക്കേഷനും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതോടുകൂടി രാജ്യത്തുള്ള അൺഎംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ എംപ്ലോയബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും സാധിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ ആൻഡ് സിസ്റ്റത്തിൽ വന്ന റെക്കമെൻഡേഷൻസ് ആണ്. കോത്താരി കമ്മീഷൻ പ്രപ്പോസ്ഡ് എ ന്യൂ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ ഇൻക്ലൂഡിങ് ദ 10+2+3 സിസ്റ്റം. അതായത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന 10+2+3 എന്നുള്ള ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കോത്താരി കമ്മീഷൻ്റെ കീ റെക്കമെൻഡേഷൻസ് ആണ്. അതിൽ തന്നെ ഫസ്റ്റ് 10 എന്ന് പറയുന്നത് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് ആണ്. അതിൽ തന്നെ 3 സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് 4, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 4th സ്റ്റാൻഡേർഡ് വരെ ലോവർ പ്രൈമറി, പിന്നെ അതിന് ശേഷം വന്ന 3 വർഷം, അതായത് 5th 6th 7th അപ്പർ പ്രൈമറി, പിന്നെ വരുന്ന 3 വർഷം 8th 9th 10th ലോവർ സെക്കൻഡറി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനും കൊണ്ടുവരണമെന്ന് കോത്താരി കമ്മീഷനിൽ പറയുന്നുണ്ട്. This structure aimed for a balance between general and vocational education. അതായത് ഈ ഒരു സ്ട്രക്ചർ മെയിനായിട്ട് ഫോം ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ജനറൽ എഡ്യൂക്കേഷനും വൊക്കേഷണൽ എഡ്യൂക്കേഷനും തമ്മിലുള്ള ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. It provides a clear pathway for students transitioning from school to higher education. അതായത് സ്കൂളിൽ നിന്ന് ഹയർ എഡ്യൂക്കേഷനിലേക്ക് സ്റ്റുഡൻസ് മൂവ് ചെയ്യുമ്പോൾ അവർക്കൊരു ക്ലിയർ പാത്വേ ക്രിയേറ്റ് ചെയ്യാനും കൂടിയാണ് ഈ ഒരു സ്ട്രക്ചർ മെയിനായിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. പിന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ വന്ന റെക്കമെൻഡേഷൻസ് ആണ്. അതായത് കോത്താരി കമ്മീഷന് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോടൊപ്പം തന്നെ ടീച്ചർ ട്രെയിനിങ്ങിനും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ദ കമ്മീഷൻ ഹൈലൈറ്റഡ് ദ ക്രിട്ടിക്കൽ റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ടീച്ചേഴ്സിന് വരുന്ന റോളിനെ പറ്റി കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് റെക്കമെൻഡ് റെഗുലർ ഇൻ സർവീസ് ട്രെയിനിങ് പ്രോഗ്രാംസ് ടു എൻഹാൻസ് ടീച്ചിങ് സ്കിൽസ്. അതായത് പ്രീ സർവീസ് ട്രെയിനിങ് ആയ നമ്മളിപ്പം ട്രെയിനിങ്ങിനോടൊപ്പം, അതായത് നമ്മൾ ടീച്ചർ ആവുന്നതിന് മുന്നേ ഉള്ള ട്രെയിനിങ്ങിന് പുറമെ ഇൻ സർവീസ് ട്രെയിനിങ്ങും ഈ കോത്താരി കമ്മീഷനിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മളിപ്പം കാണുന്ന ക്ലസ്റ്റർ മീറ്റിംഗൊക്കെ ഈ കോത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷനാണ്. ദ റിപ്പോർട്ട് സജസ്റ്റഡ് ഇംപ്രൂവിങ് ദ സ്റ്റേറ്റസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ടീച്ചേഴ്സ് ടു അട്രാക്ട് ക്വാളിറ്റി കാൻഡിഡേറ്റ്സ്. അതായത് ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം, അവരുടെ സ്റ്റേറ്റസ് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ഈ റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ് പോളിസി ഇൻ എഡ്യൂക്കേഷനിൽ, അതായത് എഡ്യൂക്കേഷനിൽ വന്ന ലാംഗ്വേജ് പോളിസിയിൽ വന്ന റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് പറയുന്നത്. ദ കമ്മീഷൻ അഡ്വക്കേറ്റഡ് ഫോർ മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻസ് ടു പ്രൊമോട്ട് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അതായത് ഇന്ത്യൻ്റെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യാൻ ഒരു മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ സിസ്റ്റം വേണമെന്ന് കോത്താരി കമ്മീഷനിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് റെക്കമെൻഡഡ് ദ യൂസ് ഓഫ് റീജിയണൽ ലാംഗ്വേജ് ആസ് എ മീഡിയം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്പെഷ്യലി ഇൻ പ്രൈമറി എഡ്യൂക്കേഷനിലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റീജിയണൽ ലാംഗ്വേജസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ 3 ലാംഗ്വേജ് ഫോർമുല ഒരു ലോവർ സെക്കൻഡറി അല്ലെങ്കിൽ അപ്പർ പ്രൈമറിയിലാണ് വേണ്ടതെന്ന് കോത്താരി കമ്മീഷനിൽ പറയുന്നുണ്ട്. 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത് മദർ ടങ്ങും റീജിയണൽ ലാംഗ്വേജും ഇംഗ്ലീഷുമാണ്. The aim was to enhance learning and comprehension of outcomes for students. അതായത് ഈ 3 ലാംഗ്വേജ് ഫോർമുല എന്തിനായിട്ട് ഈ റീജിയണൽ ലാംഗ്വേജസ് സ്കൂളിൽ എന്തിനാണ് വേണമെന്ന് പറയുന്നത്, ലേണിംഗ് ആക്ടിവിറ്റീസ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാനാണ്. പിന്നെ കോത്താരി കമ്മീഷനിൽ വന്ന ഒരു ഫിനാൻസ് ലെവലിൽ വന്ന റെക്കമെൻഡേഷനാണ്. എഡ്യൂക്കേഷൻ ഫിനാൻസിങ്ങിൽ വന്ന കോത്താരി കമ്മീഷൻ emphasized the need for increased public expenditure on education. അതായത് എഡ്യൂക്കേഷൻ സെക്ടറിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യണം എന്നുള്ള ആ ഒരു ആവശ്യകതയെ പറ്റി കോത്താരി കമ്മീഷനിൽ എംഫസൈസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ടു സപ്പോർട്ട് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സ്. അതായത് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാഷണൽ ലെവലിൽ നാഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ റിപ്പോർട്ട് urged the government to allocate at least 6% of GDP for education. അതായത് നാഷണൽ GDPൻ്റെ 6% എഡ്യൂക്കേഷന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ
കോത്താരി കമ്മീഷൻ്റെ കുറച്ച് ഇമ്പാക്ട്സ് ആണ്. അതായത് ഫസ്റ്റ് വൺ വന്നത് ദ ബേസിസ് ഫോർ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ 1968. അതായത് 1968 ഫോം ചെയ്ത നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തത് കോത്താരി കമ്മീഷനാണ്. ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എൻഷുറിങ് ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. അതായത് ഒരു നാഷണൽ ലെവലിലെ ഒരു ക്വാളിറ്റിയും ഇക്വിറ്റിയും എൻഷുർ ചെയ്യുന്നുള്ള ഒരു നാഷണൽ ലെവലിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ കോത്താരി കമ്മീഷനിലോട് കൂടിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. എൻഹാൻസ് ദ ടീച്ചർ പ്രൊഫഷണലിസം ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അതായത് ടീച്ചർ പ്രൊഫഷനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്തു. അതേപോലെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ, അതായത് മദർ ടങ്ങൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും കൂടി ഇങ്ങനെ കോത്താരി കമ്മീഷന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് സ്ട്രെങ്തൻ ദ ലിങ്ക് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ പ്രോഗ്രസ്. അതായത് നാഷൻ്റെ പ്രോഗ്രസ്സും എഡ്യൂക്കേഷനും തമ്മിലുള്ള ആ ഒരു ലിങ്ക് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത് നാഷനാണ്. അതായത് നാഷനെ ഡെവലപ്പ് ചെയ്യുക എന്നാണ് എഡ്യൂക്കേഷനിലൂടെ മെയിനായിട്ട് പറയുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് ആണ്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് കോത്താരി കമ്മീഷൻ? രാധാകൃഷ്ണൻ, DS കോത്താരി, സാക്കിർ ഹുസൈൻ, എ.എൽ. മുലദ്യാർ. ആൻസർ വരുന്നത് DS കോത്താരി. സെക്കൻഡ് ക്വസ്റ്റ്യന്, the Kothari Commission was the first comprehensive review of education in India after 1950 independence, 1970 national policy on education. Answer വരുന്നത് independence. Third question, what educational structure was proposed by the Kothari Commission? 8+4+2 system, 10+2+3 system, 5+3+3+4 system, 9+3+2 system. Answer വരുന്നത് 10+2+3 system. Next question, identify the correct statements. Statement 1, the Kothari Commission emphasized vocational education to reduce unemployment. Second, it discouraged teacher training programs. Third, it suggested using only English as the medium of instruction. Option A, only one is correct. Option B, only second and third are correct. Option C, one and second are correct. Option D, all are correct. Answer വരുന്നത് option A, only one is correct. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസർട്ടേഷനും റീസണിങ്ങും ആണ്. അസർട്ടേഷൻ വരുന്നത് ദ കോത്താരി കമ്മീഷൻ റെക്കമെൻഡഡ് എ കോമൺ സ്കൂൾ സിസ്റ്റം. റീസൺ വരുന്നത് ഐ വാണ്ടഡ് ടു എൻഷുർ ദാറ്റ് ചിൽഡ്രൻ ഫ്രം ആൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് റിസീവ് ഈക്വൽ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഓപ്ഷൻസ് വരുന്നത് എ, ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ബി വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സി, A is correct but R is false. D, A is false but R is true. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയാസ് ഡിഡ് ദ കോത്താരി കമ്മീഷൻ എംഫസൈസ് മോസ്റ്റ് സ്ട്രോങ്ലി? സയൻസ് ആൻഡ് ടെക്നോളജി ഓൺലി, ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, മിലിറ്ററി എഡ്യൂക്കേഷൻ ആൻഡ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ്. ആൻസർ വരുന്നത് ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ദ കോത്താരി കമ്മീഷൻ പ്രപ്പോസ്ഡ് ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ. റീസൺ, ഇറ്റ് ബിലീവ്ഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് റിസീവ് അറ്റ്ലീസ്റ്റ് 6% ഓഫ് GDP ഫോർ എഫക്റ്റീവ് നാഷണൽ ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ എ, both A and R are true and R is the correct explanation of A. Option B, both A and R are true but R is not the correct explanation of A. Option C, A is true but R are false. Option D, A is false but R is true. And answer വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് എ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ.
Eighth question, which of the following was the major impact of Kothari Commission? Option A, introduction of 1966 education policy, basis for the national policy of education in 1968, replacement of university system and elimination of vocational training. And answer വരുന്നത് ഓപ്ഷൻ ബി, basis for national policy on education in 1968. Ninth question, according to Kothari Commission, the use of regional language in primary education aimed to. Option A, encourage national exchange programs. Option B, promote comprehension and cultural diversity. Option C, replace English completely in schools. Option D, focus only on traditional learning. Answer option B, promote comprehension and cultural diversity. 10th question, which of the following best reflects the overall goal of Kothari Commission in 1964 and 1966? Option A വരുന്നത് to promote only higher education and research. B, to review the entire education system and recommend reforms for equality and national development. C, to restrict education to urban areas. D, to replace regional language with English. The answer is to review the entire education system and recommend reforms for equality and national development.